വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മത്തായി 14 13 വാക്യം മുതൽ 5 അപ്പം 5000 പേർക്ക്. അപ്പം ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. മത്തായി 14:13 മുതലുള്ള വാക്യങ്ങൾ. 5 അപ്പം 5000 പേർക്ക്. ഇവിടെ ക്രിസ്തു മലമുകളിൽ പ്രസംഗിച്ചതിന് ശേഷം ആ പ്രസംഗം കേട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വിടണം എന്ന ചിന്തയാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് 5 അപ്പവും കുറച്ച് മീനും. അപ്പോൾ ക്രിസ്തു അത് എടുത്ത് ആശീർവദിച്ച് 5000 പേർക്ക് വിളമ്പുകയാണ്. അതിനുശേഷം അനവധി കുട്ടനിറയെ ഭക്ഷണം ബാക്കി വരികയും ചെയ്തു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്പർശനത്താൽ അവിടെ ഉണ്ടായിരുന്നത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുകയാണ്. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന് പറയുന്നു. ഇതിനുശേഷം കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് പോയിക്കോ. ഞാൻ ഈ ജനങ്ങളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഈ വഞ്ചിയിൽ കയറ്റി നദിയുടെ അക്കരയ്ക്ക് വിടുകയാണ്. അപ്പം അവിടെയും ഒരു സെർവൻ്റ് ലീഡർ, അതായത് മറ്റുള്ളവരുടെ ശുശ്രൂഷകനായ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ആണെങ്കിൽ നേതാവ് ആദ്യമേ വഞ്ചി കയറി പോകും ഒറ്റയ്ക്ക്. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം നിങ്ങളെങ്ങനെയാലും അപ്പുറത്തേക്ക് വാ, ആദ്യം ഞാൻ പോകട്ടെ. അങ്ങനെയാണ്. അത് പോലീസ് എസ്കോർട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ് നേതാക്കന്മാർ ആദ്യമേ പോവുക. ഇവിടെ ക്രിസ്തു പറയുന്നു, നിങ്ങൾ ആദ്യമേ വഞ്ചിയിൽ പോയിക്കോ, ഞാൻ ഇവിടെയുള്ളവരെയെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം ഞാൻ നിങ്ങളോടൊത്ത് ആയിരിക്കാം എന്ന് പറയുന്നു. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഇന്നത്തെ ലോകത്തിൽ വിരളമായി കാണുന്ന ഒരു ലീഡർഷിപ്പ് ഉദാഹരണം. അതിനുശേഷം ക്രിസ്തു ഈ ജനങ്ങളെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായി പോകുന്നു. അപ്പോൾ എല്ലാ അത്ഭുതങ്ങളുടെയും മുൻപ് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ക്രിസ്തു നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അത് സിനഗോഗുകളിലൊന്നുമല്ല പ്രാർത്ഥിച്ചിരുന്നത് തുറസായ സ്ഥലങ്ങളിലാണ് മിക്കവാറും ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ക്രിസ്തു പ്രാർത്ഥിക്കാൻ പോയി. അതേസമയം ശിഷ്യന്മാർ വഞ്ചിയിൽ പോകുന്നു. വഞ്ചി പെട്ടെന്ന് തിരമാലകളൊക്കെ വന്ന് കാറ്റും കോളും വന്ന് വഞ്ചി ഉലയുന്നു. അപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോയി. അപ്പോൾ ക്രിസ്തു പെട്ടെന്ന് അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അവരാദ്യം കരുതിയത് ഭൂതമായിരിക്കും. അവർ പേടിച്ചു പോയി. അപ്പോൾ ക്രിസ്തു പറയുന്നു, ഇല്ല, ഇത് ഞാനാണ്, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ പത്രോസ് പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. അപ്പോൾ ക്രിസ്തു പറയുന്നു, വരൂ. അപ്പോൾ പത്രോസ് ക്രിസ്തുവിലേക്ക് നോക്കി ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് പത്രോസ് ക്രിസ്തുവിൽ നിന്ന് കണ്ണുകളെടുത്തു. അപ്പോൾ അവനെ ഭയം ഗ്രസിച്ചു. ഈ കാറ്റും കോളും ചുറ്റിനുമുള്ളതാണ് പിന്നെ കാണുന്നത്. ക്രിസ്തുവിൽ നിന്ന് കണ്ണെടുത്തപ്പോൾ കാണുന്നത് കാറ്റും കോളും കടലും.
അവൻ വീണ്ടും പേടിച്ചു പോയി. അപ്പോൾ അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. അപ്പോൾ ക്രിസ്തു അവനെ കൈക്ക് പിടിച്ച് കയറ്റുകയാണ്. അങ്ങനെ അവർ വള്ളത്തിലേക്ക് കയറിയപ്പോൾ കാറ്റും കോളും എല്ലാം ശമിച്ചു. അവർ ലക്ഷ്യത്തിൽ എത്തുകയാണ്. എന്നിട്ട് പത്രോസിനോട് ക്രിസ്തു പറയുന്നു, നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അപ്പോൾ ഇവിടെ ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ക്രിസ്തുവിൽ നിന്ന് എപ്പോൾ നമ്മൾ കണ്ണെടുക്കുന്നുവോ അപ്പോൾ ഈ ലോകത്തിൻ്റെ കെടുതികൾ അല്ലെങ്കിൽ ഭീകരതകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങൾ, കുടിലതന്ത്രങ്ങൾ നമ്മളെ പീഡിപ്പിക്കുന്നു, നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് കണ്ണെടുത്താൽ ഉടനെ നമ്മൾ ശക്തിയില്ലാത്തവരായി, ബലഹീനരായി മാറുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ നോട്ടം ക്രിസ്തുവിങ്കിലേക്കായിരിക്കട്ടെ, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതിലേക്കായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ. നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്ന് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ കറങ്ങി നടക്കുന്നു. എപ്പോഴാണ് നമ്മളെ തള്ളി മറിച്ചിടേണ്ടതെന്ന് അവൻ നോക്കി നടക്കുകയാണ്. എപ്പോഴൊക്കെ നമ്മൾ വചനത്തിന് എതിരായി എന്തെങ്കിലും ചെയ്യുന്നുവോ ആ സമയം സാത്താൻ നമ്മളെ മറിച്ചിടാനായിട്ട് ഉപയോഗിക്കും. നമ്മൾ പരിഭ്രാന്തരായി പോകും. അപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുവേൻ, സദാ ജാഗരൂകരായിരിക്കുവേൻ, ക്രിസ്തുവിൽ നിന്ന് കണ്ണുകൾ എടുക്കാതിരിക്കുവേൻ. അങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്തു അനുയായിക്ക് ഈ ജീവിത പാതയിലെ കാറ്റും കോളും എല്ലാം അനായാസം തരണം ചെയ്ത് മുന്നേറുവാനായി സാധിക്കും. ഇന്നത്തെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, പെട്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എൻ്റെ ജാഗ്രതയെല്ലാം പോയി പെട്ടെന്ന് കുറച്ച് പരദൂഷണം പറയുകയാണ്. അത് നമ്മൾ എന്താണോ ചെയ്യണ്ട എന്ന് കരുതിയിരിക്കുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു 2-3 മിനിറ്റ് നേരത്തെ ജാഗ്രത കുറവ് മൂലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു ചെറിയൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഈ മദ്യപിക്കുന്നത് തെറ്റാണോ? മദ്യപിക്കുന്നവർ മോശക്കാരാണോ? മദ്യപിക്കാത്തവർ നല്ലവരാണോ? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കും. എന്നെ സംബന്ധിച്ച് മദ്യപിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മദ്യപിച്ച സമയത്ത് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകലെയാണ്. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിൽ അല്ല. ആ സമയത്ത് സാത്താൻ നമ്മളെ അനാവശ്യമായി നമ്മുടെ വീക്ക് മൊമെൻ്റ് ആണെന്ന് സാത്താൻ അറിയാം. അവൻ ആ സമയം നോക്കി കാത്തിരിക്കുകയാണ്. അവൻ ഒന്നുമില്ലെങ്കിലും നമ്മൾ വ്യർത്ഥ ഭാഷണത്തിലെങ്കിലും നമ്മൾ ഏർപ്പെടും. അതിനോടൊപ്പം കുറച്ച് പരദൂഷണവും, അപ്പം അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞെല്ലാം നമ്മൾ ലംഘിക്കും. അതുകൊണ്ടാണ് എനിക്ക് മദ്യം കാണുമ്പോൾ ഭയം. കാരണം മദ്യം ഈസ് ഓക്കെ, മദ്യം പെർസെ അത് വലിയൊരു പാപമൊന്നുമല്ല. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, കർത്താവ് വെള്ളം വീഞ്ഞാക്കിയവൻ. പക്ഷേ അത് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ വെക്കണം. അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചില കമ്പനികളായിരിക്കാം, ചില സുഹൃത്തുക്കളായിരിക്കാം, അവരോട് കൂടിയാൽ നമ്മൾ നമ്മുടെ ജാഗ്രത കുറഞ്ഞു പോകും. ക്രിസ്തുവിലേക്കുള്ള നോട്ടം കുറഞ്ഞു പോകും. അവരെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ
ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മാറിപ്പോകാൻ കൂടുതൽ ഇടയുണ്ട്. അപ്പോൾ ഓരോ വാക്കും നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം, ഓരോ നോട്ടവും സൂക്ഷിച്ചു വേണം. ഒരു സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ തന്നെ നീ ശിക്ഷാവിധിക്ക് അർഹനാകും. കാരണം അവൻ്റെ ദൂതന്മാർ കർത്താവിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മറക്കരുത്, അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന കാര്യം മറക്കരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. കർത്താവിൽ എല്ലായ്പ്പോഴും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാം. കർത്താവ് പഠിപ്പിച്ച പോലെ ജീവിക്കുവാൻ നിരന്തരം നമുക്ക് ശ്രമിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് നമുക്ക് യാചിക്കാം. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടെ നമുക്ക് ഏറ്റ് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈ പുതുവർഷത്തിൽ കർത്താവിൽ നിന്ന് ദൃഷ്ടി എടുക്കാതെ കർത്താവിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കൂടുതൽ കർത്താവുമായി അടുത്ത് നമുക്ക് ജീവിക്കാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ആമേൻ.